വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ മീനച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് 5 മീൻ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, സുർക്ക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പെരിഞ്ചീരകം, കുരുമുളക് പൊടി ചേർത്ത് ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ മീനൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് പോകണ്ട, ഒരുവിധം മുരിഞ്ഞ് നമുക്ക് മറിച്ചിടാം കേട്ടോ. ഞാനിത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഈ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി 3 വെളുത്തുള്ളിയും ചെറിയ പീസ് ഇഞ്ചിയും 4 പച്ചമുളക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയിലെ ചെറിയ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇവർക്ക് കുറച്ച് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ അതേ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. മസാലയുടെ പച്ചക്കുത്തൊക്കെ മാറി വരുമ്പോൾ 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ മുള്ളൊക്കെ കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് കായപ്പൊടി 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ഗ്ലാസ് വിനാഗിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. വിനാഗിരി തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടൊരു 2-3 മിനിറ്റ് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവസാനം കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത്ര ഉള്ളൂ കേട്ടോ മീനച്ചാറ് റെഡിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാൻ മറക്കണ്ട.